ജീവനും ജീവിതവും എന്ന നമ്മളുടെ ഈ വചന പഠന പരമ്പര അതിൻ്റെ 102ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ ഈ പഠന ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിബന്ധങ്ങൾ എന്ന വിഷയമാണ്. സമൂഹജീവിയായ മനുഷ്യന്റെ സാമൂഹിക ബന്ധം അത് പണിയപ്പെടുന്നത് ഓരോ വ്യക്തികളുടെയും ഇടപെടലിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന്. നന്നായിട്ട് ഇടപെടുമ്പോൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഇടപെടലുകൾ മോശമാകുമ്പോൾ ബന്ധങ്ങളും ശിഥിലമാകുന്നു എന്ന് നമുക്ക് അറിയാം. ആരോഗ്യകരമായ ഒരു നല്ല ബന്ധം സ്ഥാപിച്ച് അത് നിലനിർത്തുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുള്ളതായ ഒരു കാര്യമാണ്. ആരോഗ്യകരമായ ഒരു നല്ല ബന്ധത്തിന് സമ്മതമായ ഒരു രൂപരേഖ നമുക്ക് എവിടെയാണ് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്? വിശ്വാസികളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന് സകല കാര്യത്തിലും മാതൃകയായിരിക്കുന്ന നമ്മുടെ കർത്താവാണ് ഇതിന് നമുക്ക് മാതൃകയുള്ളത് എന്ന് നമുക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിബന്ധങ്ങളെ സൂക്ഷ്മമായി പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ വിജയകരമായ വ്യക്തിബന്ധങ്ങൾ, സാമൂഹിക ബന്ധം നമുക്ക് പണിതെടുക്കുവാനും അതിനെ നിലനിർത്തുവാനും കഴിയും, പ്രയോജനപ്പെടുത്തുവാനും കഴിയും എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിബന്ധങ്ങളെ പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രത്യേകതകൾ, വിശേഷതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് തൻ്റെ സമൂഹത്തില് താൻ ഇടപെട്ട ആളുകളുടെ ഇടയിൽ അവരുമായിട്ടുള്ള തൻ്റെ ബന്ധത്തിന്റെ ചില അതിർവരമ്പുകൾ ചിലത് നീക്കിക്കളയുമ്പോൾ ചിലത് സ്ഥാപിക്കുന്നത് നമുക്ക് പഠിക്കുവാനായിട്ട്, കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ കർത്താവ് ആളുകളെ സ്നേഹിച്ച സ്നേഹത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു. കർത്താവിൻ്റെ ആ സ്നേഹത്തെ നാം പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ മനുഷ്യരുമായിട്ടുള്ള ദൈവത്തിന്റെ ബന്ധത്തിന് ചില അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വിശ്വാസി എന്ന നിലയിൽ വിശ്വാസ ജീവിതം നമ്മുടെ കർത്താവിനെ നാം പിൻപറ്റുമ്പോൾ നമ്മളുടെ ബന്ധങ്ങൾക്കും കർത്താവ് വെച്ചതായിട്ടുള്ള അടിസ്ഥാനങ്ങളെ നാമും അടിസ്ഥാനമാക്കുമ്പോൾ അത് നമുക്ക് വിജയകരമാക്കുവാനായിട്ട് കഴിയും. നാം ഇന്ന് നമ്മുടെ പഠനത്തിൽ കർത്താവിൻ്റെ ആ നല്ല ബന്ധത്തിനുള്ള അടിസ്ഥാനങ്ങളെയും ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ആളുകളുടെ അവസ്ഥകളെ മനസ്സിലാക്കി അവരോട് ഇടപെടുന്ന കർത്താവിൻ്റെ ഇടപെടൽ രീതി നമുക്ക് ദൈവവചനത്തിലൂടെ പഠിക്കുവാനായിട്ട്, കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ കർത്താവിൻ്റെ ബന്ധങ്ങൾക്ക് കർത്താവിന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബന്ധങ്ങൾക്ക് കർത്താവ് വെച്ചതുപോലുള്ളതായിരിക്കുന്ന ലക്ഷ്യങ്ങൾ നാം നമ്മളുടെ ലക്ഷ്യങ്ങളായിട്ട് സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ബന്ധത്തിന്റെ വിജയകരത്തിന്, അത് ഫലപ്രദമായ ബന്ധത്തിന് നമുക്ക് പ്രയോജനകരമായി തീരും എന്ന് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. കർത്താവ് വലിയ കൃപയില് ആളുകളോട് ഇടപെട്ടു. നിയമത്തിൻ്റെയും മറ്റു വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിലല്ല കർത്താവ് മനുഷ്യരോട് തൻ്റെ കൃപയിൽ ഇടപെട്ടു എന്ന് കർത്താവിൻ്റെ ജീവിതത്തെ നാം അങ്ങനെ സൂക്ഷ്മമായി പിന്തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നൊരു കാര്യമാണ്. തീർച്ചയായും അതിൻ്റെ വിശദാംശങ്ങളും നമുക്ക് ഇന്ന് ദൈവവചനത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് തൻ്റെ ബന്ധങ്ങൾക്ക് എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ ആ പുരോഗതിക്കും നന്മയ്ക്കും അതിൻ്റെ വളർച്ചയ്ക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്ന്, അതിൻ്റെ എല്ലാം വിശദാംശങ്ങളാണ് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ നമ്മളുടെ ഈ പഠനത്തിൽ കർത്താവിൻ്റെ വ്യക്തിബന്ധങ്ങളെ പരിശോധിക്കുമ്പോൾ വചനത്തിലൂടെ നമുക്ക് ഒരുപക്ഷെ കാണുവാനായിട്ട് സാധിക്കുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിത സ്വഭാവമായിട്ട്, ലക്ഷ്യമായിട്ട്, നമ്മുടെ രീതികളായിട്ട് ഒക്കെ നാമും പകർത്തുമ്പോൾ തീർച്ചയായും വിജയകരമായ ഒരു വ്യക്തിബന്ധം, സാമൂഹിക ബന്ധം
നമുക്കും പണിതെടുക്കുവാനായിട്ട് കഴിയും എന്ന് തീർച്ചയായും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. ആ നിലയിൽ ഇന്ന് ക്രിസ്തുവിന്റെ വ്യക്തിബന്ധങ്ങൾ എന്ന വിഷയം നാം പഠിക്കുവാനായിട്ട് ഇരിക്കുകയാണ്. അത് നമുക്ക് ഏറ്റവും നന്മയായി തീരട്ടെ. ഈ വിഷയത്തെ അവതരിപ്പിക്കുവാനായിട്ട് പ്രിയ സഹോദരനെ ഇതിനായിട്ട് ക്ഷണിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിബന്ധങ്ങൾ, ആ വ്യക്തിബന്ധങ്ങളിലെ പ്രമാണങ്ങളൊക്കെ വിശകലനം ചെയ്യാനും അതിലൂടെ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ മെച്ചപ്പെടുത്താനും സാധിക്കുന്ന ഒരു സെഷനാണ് ഇന്നത്തെ സെഷൻ. കർത്താവ് വളരെയധികം വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ത്രിത്വത്തിലെ നിത്യമായ ബന്ധം, പിതാവിന്റെ മടിയിലിരുന്ന പുത്രൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് തമ്മിലുള്ള നിത്യമായ ബന്ധത്തിന്റെ ആ ഒരു തലത്തിൽ നിന്നാണ് കർത്താവ് മനുഷ്യ അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് പിന്നെ തന്റെ സൃഷ്ടികളായ മനുഷ്യരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് അവരോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ചരിത്രം നമ്മൾ കാണും. ബന്ധങ്ങൾക്ക് കർത്താവിന് വലിയ ഒരു പ്രസക്തി, ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ബൈബിൾ തന്നെ മനുഷ്യബന്ധങ്ങളുടെ കഥ പറയുന്ന പുസ്തകമാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെയും മനുഷ്യര് തമ്മിലുള്ള ബന്ധത്തിന്റെയും ഒക്കെ കഥകളാണ് ബൈബിളിലുള്ളത്. കർത്താവ് സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളെ കുറിച്ച് ഒത്തിരി പഠിപ്പിക്കുകയും ചെയ്തു. ഈ ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ കർത്താവ് നൽകി. ബന്ധങ്ങൾ തെറ്റിപ്പോകുമ്പോൾ അതിനെങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചൊക്കെ കർത്താവ് പഠിപ്പിച്ചു. മാത്രമല്ല, കർത്താവ് ഏറ്റവും വലിയ മാതൃക ഈ വ്യക്തിബന്ധങ്ങളുടെ വിഷയത്തിൽ കാണിച്ചു തന്നുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു വസ്തുത. കാരണം നമുക്ക് കണ്ടുപഠിക്കാൻ ഒരു പാഠപുസ്തകം നമ്മുടെ മുമ്പിലുണ്ട്. ആ പാഠപുസ്തകം തീർച്ചയായിട്ടും ലോകത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പാഠപുസ്തകം വ്യക്തിബന്ധങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട്. ഞാൻ വ്യക്തിബന്ധത്തില് ഇപ്പോഴും പഠിക്കുകയും വളരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കൗൺസിലിങ്ങുമായിട്ട് ബന്ധത്തില് ഒത്തിരി വ്യക്തിബന്ധങ്ങളിൽ ഇടപെടാനും വ്യക്തിബന്ധങ്ങളെ മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള പരിശ്രമം നടത്തുമ്പോൾ ഈ കർത്താവിന്റെ ഈ പ്രമാണങ്ങൾ, കർത്താവിന്റെ വ്യക്തിബന്ധത്തിന്റെ പ്രമാണങ്ങളൊക്കെ ഒത്തിരി സഹായകരമാണ്. നമുക്ക് വിശാലമായിട്ട് കർത്താവിന്റെ വ്യക്തിബന്ധങ്ങളുടെ പ്രമാണങ്ങളെല്ലാം വിശകലനം ചെയ്യാനായിട്ടുള്ള സമയം പോരാ. എങ്കിലും എന്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വന്ന ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറയാം. ഒന്നാമതായിട്ട് പറയുന്നത്, കർത്താവിന്റെ വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരോടുള്ള കർത്താവിന്റെ വ്യക്തിബന്ധങ്ങള് ദൈവവുമായിട്ടുള്ള കർത്താവിന്റെ ബന്ധത്തിന്റെ പ്രതിഫലനമായിരുന്നു. അതിനോടുള്ള ആ ബന്ധത്തിലാണ് കർത്താവ് മറ്റു ബന്ധങ്ങൾ, അതായത് പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും ഒക്കെ കർത്താവ് പുലർത്തിയിരുന്ന ബന്ധത്തിന്റെ പ്രതിഫലനമായിട്ടുള്ള ബന്ധങ്ങളാണ് മറ്റു ബന്ധങ്ങളില് കർത്താവ് പ്രദർശിപ്പിച്ചത്. ഹിസ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്സ് വർ അണ്ടർ ദ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ദൈവവുമായിട്ടുള്ള ആ ബന്ധം അതിന് ഒന്നാം സ്ഥാനം കൊടുത്തു. ആ ബന്ധം എപ്പോഴും ഊഷ്മളമായിട്ട് സൂക്ഷിച്ചു. അതിലൂടെ മറ്റ് ബന്ധങ്ങളെയും സ്ഥാപിക്കാനും വളർത്താനും നിലനിർത്താനും ഒക്കെ കർത്താവിന് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് വെർട്ടിക്കലായിട്ടുള്ള പിതാവായ ദൈവവുമായിട്ടുള്ള പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമായിരുന്നു എന്ന് പറയാം. ഈ ഭൂമിയിലെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ അമ്മയുൾപ്പെടുന്ന കുടുംബത്തെ പോലും കർത്താവ് ഈ ബന്ധത്തിന്റെ താഴെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ താഴെ മാത്രമേ വെച്ചുള്ളൂ, താഴെ നിർത്തി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അത് തന്നെ കർത്താവ് പഠിപ്പിക്കുകയും ചെയ്തു. ദൈവത്തെക്കാൾ അധികമായി നമുക്ക് ഒരു മനുഷ്യനെ സ്നേഹിക്കാനായിട്ടുള്ള അനുവാദമില്ല. ദൈവമാണ് നമ്മുടെ ലവ് ലിസ്റ്റിൽ ആദ്യത്തെ വ്യക്തി. മറ്റ് ബന്ധങ്ങളൊക്കെ കർത്താവ് ഇച്ചിരി കടത്തി പറഞ്ഞു, ഒരു പകയ്ക്കുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞു. ഈ പകയ്ക്കുക എന്നത് നമ്മൾ ഇന്ന് പറയുന്ന ഒരു വെറുക്കുക എന്ന അർത്ഥത്തിലല്ല. ദൈവവുമായിട്ടുള്ള ബന്ധവുമായി നമ്മൾ മറ്റു ബന്ധങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ മറ്റു ബന്ധങ്ങൾ കേവലം
ഒരു പകയ്ക്കുന്നതായി അവർക്ക് തോന്നുന്ന രീതിയിൽ, അതായത് എന്നെ ഒന്നും അവന് ഇഷ്ടമല്ല, ദൈവത്തെയാണ് അവൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു വലിയ വലിയ അകലം, അല്ലെങ്കിൽ വലിയ ഒരു ഗ്യാപ്പ് ദൈവത്തോടുള്ള കർത്താവിന്റെ സ്നേഹത്തിനും മനുഷ്യരോടുള്ള കർത്താവിന്റെ സ്നേഹത്തിനും ഇടയിലുണ്ടായിരുന്നു. അത് തന്നെയാണ് കർത്താവ് പഠിപ്പിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. C.S. ലൂയിസ് അതിനെക്കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവന ഇങ്ങനെയാണ്: when I have learned to love God better than my earthly dearest, I shall love my earthly dearest better than I do now. ദൈവത്തെ ഞാൻ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് പഠിച്ചപ്പോ ഭൂമിയിലുള്ള എൻ്റെ ബന്ധങ്ങളെ കൂടുതലായി സ്നേഹിക്കാനായിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാനായിട്ട് എനിക്ക് കഴിയുന്നു. Insofar as I learn to love my earthly dearest at the expense of God and instead of God, I shall be moving towards a state in which I shall not love my earthly dearest at all. ദൈവത്തിന് പകരം നമ്മൾ ഭൂമിയിലുള്ള ബന്ധങ്ങളെ സ്നേഹിക്കുമ്പോൾ, ഞാൻ സ്നേഹിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ, ഞാൻ ഈ പറയുന്ന ലോകത്തിലെ ബന്ധങ്ങളിൽ നിന്നും ഞാൻ അകലുകയാണ്. ദൈവത്തെ ഒന്നാമത് സ്നേഹിക്കേണ്ടതിന് പകരം മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് എപ്പോഴൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അന്നേരമൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകലുകയായിരുന്നു എന്നാണ്. So when first things are put first, second things are not suppressed but increased. ആദ്യം വരേണ്ട കാര്യങ്ങളെ ആദ്യം തന്നെ വെക്കുമ്പോൾ രണ്ടാമത് വരേണ്ട കാര്യങ്ങളെ നമ്മൾ അടിച്ചമർത്തി വെക്കുകയല്ല, മറിച്ച് അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ദൈവത്തോടുള്ള സ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ മനുഷ്യരോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് C.S. ലൂയിസ് പറയുകയാണ്. അത്രേ ഉള്ളൂ. നമുക്ക് ദൈവത്തോടുള്ള ബന്ധം ശരിയാണെങ്കിൽ മനുഷ്യരോടുള്ള ബന്ധം ശരിയാവും. ദൈവത്തോട് നമുക്ക് സ്നേഹമാണെങ്കിൽ മനുഷ്യനെയും സ്നേഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് യോഹന്നാൻ അപ്പോസ്തലൻ അത് പറഞ്ഞല്ലേ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. ഇന്ന് സഭകളില് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് ഉപദേശ വിഷയങ്ങളല്ല, വ്യക്തി ബന്ധത്തിലുണ്ടാകുന്ന ഉരസലുകളും കോൺഫ്ലിക്റ്റുകളും ഇഷ്ടക്കേടുകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. മിക്കവാറും എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കാം. അപ്പൊ ഇത് ഈ പുതിയ വിശ്വാസികളും അല്ല ചെയ്യുന്നത്. ഇത് വിശ്വാസ ജീവിതത്തിൽ കുറച്ചു കാലമൊക്കെ മുന്നോട്ട് പോയ വിശ്വാസികളുടെ ജീവിതത്തിലാണ് കൂടുതൽ ഇതുപോലെയുള്ള ഉരസലുകളും കോൺഫ്ലിക്റ്റുകളും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ വ്യക്തി ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രിയപ്പെട്ടവര് അവരുടെ പേഴ്സണൽ ലൈഫിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു അകൽച്ചയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം എന്നതാണ്. കൂടുതലും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആദ്യമേ ഈ ദൈവബന്ധം ഒന്ന് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ. അങ്ങനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മാനുഷിക ബന്ധങ്ങളെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കുടുംബജീവിതത്തിലാണെങ്കിലും ശരി, അത് എവിടെയാണെങ്കിലും അങ്ങനെയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാണെങ്കിൽ, നിർമ്മലമാണെങ്കിൽ, അത് പുറമെ കാണിക്കുന്ന ഷോയുടെ കാര്യമല്ല പറയുന്നത്, ആത്മാർത്ഥമായ ഹൃദയത്തില് ഒരു ശരിയായ ബന്ധം ഉണ്ടെങ്കിൽ മറ്റേത് ബന്ധങ്ങളെയും നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധം അകന്നു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഇതര വ്യക്തിബന്ധങ്ങളെ നേരെയാക്കുക ശ്രമകരമായ ഒരു ജോലിയായിരിക്കും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. കർത്താവിന്റെ വ്യക്തിബന്ധത്തില് ബന്ധങ്ങളുടെ പ്രമാണങ്ങൾ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം, കർത്താവിന്റെ ബന്ധങ്ങള് ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളായിരുന്നു. കർത്താവ് സ്നേഹിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ചില ആളുകളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നും. നമ്മൾ അടുത്ത് പെരുമാറി കഴിയുമ്പോൾ നമുക്ക് താല്പര്യം തോന്നുന്ന, നമുക്ക് ഇഷ്ടം തോന്നുന്ന ചില പെരുമാറ്റ രീതികള്, ചില സ്വഭാവത്തിന്റെ പ്രത്യേകതകള്, ചില നന്മകള്, ചില ഗുണങ്ങളൊക്കെ ചില വ്യക്തികളിൽ കാണും. അങ്ങനെയുള്ളവരെ നമുക്ക് ഇഷ്ടപ്പെടാൻ എളുപ്പമാണ്. പക്ഷേ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ചില ആളുകളെ സ്നേഹിക്കാനായിട്ട് നമുക്ക് അത്ര എളുപ്പമല്ലാത്ത സാഹചര്യത്തിലും മനുഷ്യരെ സ്നേഹിക്കണമെങ്കിൽ തീരുമാനം എടുത്തെങ്കിലേ സാധിക്കും. അപ്പൊ കർത്താവ് നമ്മളെയൊക്കെ സ്നേഹിക്കുന്നത് നമ്മുടെ ഒന്നും നന്മ കണ്ടിട്ടല്ല എന്നുള്ള കാര്യം തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് തിരഞ്ഞെടുപ്പ് നടത്തി എന്ന് റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട്. യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെ ദ്വേഷിച്ചു എന്ന് പറയുന്ന
ആ യാക്കോബിനെ സ്നേഹിക്കാനായിട്ട് കർത്താവ് തീരുമാനിച്ചത് യാക്കോബ് ജനിക്കുന്നതിനും ഒക്കെ മുമ്പാണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളെ കർത്താവ് സ്നേഹിക്കാനായിട്ട് തീരുമാനിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. കർത്താവിന്റെ അപ്പോസ്തലന്മാര് ആയിരിക്കുന്ന 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തതിനെ കുറിച്ച് യോഹന്നാൻ 15:16 കർത്താവ് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല. പിന്നെ ആദ്യം കർത്താവ് അവരെ സ്നേഹിക്കാനായിട്ട് അങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്തത്. മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് ദൈവം തീരുമാനിക്കുകയാണ് ചെയ്തത്. ഈ തീരുമാനമെടുത്ത് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു വിധത്തിലുള്ള കണ്ടീഷൻസും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ എന്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരൻ, ഞാൻ ഈ സഹോദരനെ സ്നേഹിക്കാനായിട്ട് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത് സ്നേഹമായിരിക്കും എന്നതാണ് ആ തീരുമാനം. ഈ ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വലിയ വ്യത്യാസം അതാണ്. ഇഷ്ടം നമുക്കൊരു ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്നതാണ്. അതിപ്പോ കുടുംബജീവിതത്തിലായാലും ശരി, മറ്റു ബന്ധങ്ങളിലായാലും. ഭാര്യ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു, നല്ലൊരു ചായ ഉണ്ടാക്കി തന്നു, നമുക്കൊരു ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറി നമുക്കൊരു ഇഷ്ടം തോന്നി. എന്നാൽ ഇഷ്ടമില്ലാത്തതുപോലെ പെരുമാറുമ്പോൾ ഇഷ്ടക്കേടും തോന്നും. അപ്പൊ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ മാറിയൊക്കെ വരാം. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ ബന്ധത്തിന്റെ ഒരു ബേസ് ലൈനാണ്. അതിന് മാറ്റം വരാതിരിക്കണമെങ്കിൽ സ്നേഹം കുറഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ. അതാ സ്നേഹത്തിന്റെ ഇമോഷണൽ ആസ്പെക്ട്സ്, ആ സ്നേഹത്തിന്റെ പ്രദർശനങ്ങള് ഊഷ്മളത നഷ്ടപ്പെടുന്നു എന്നാണ്. ഈ സ്നേഹം വാസ്തവത്തില് ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഇഷ്ടത്തിനും കൂടുതൽ കുറവൊക്കെ വന്നാലും സ്നേഹത്തിന് ഒരു മാറ്റം വരികയില്ല. ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ള ആ തീരുമാനത്തിന് അതിന് മാറ്റം വരികയില്ല. അങ്ങനെ നമുക്ക് ഏത് മനുഷ്യരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കർത്താവ് സ്നേഹിച്ച ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ സ്വാഭാവികമായിട്ട് സ്നേഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളെയൊക്കെയാണ് കർത്താവ് സ്നേഹിക്കുകയും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്തത്. അപ്പൊ അത് കേവലം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നില്ല, അതൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമായിരുന്നു. ഇപ്പൊ പിതാവും പുത്രനും തമ്മിൽ ചർച്ചയൊക്കെ ചെയ്തിട്ടാണ് അവര് ചില ആളുകളെ തെരഞ്ഞെടുത്തു, അല്ലെ? കർത്താവ് രാത്രി മുഴുവൻ പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ കഴിച്ചതിന് ശേഷമാണ് അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്നത്, അവരെ സ്നേഹിതന്മാരായി സ്വീകരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിനകത്ത് യൂദാസും വരുന്നു എന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഉള്ള ആളുകളെ പോലും സ്നേഹിക്കാനായിട്ട് കർത്താവിന് കഴിഞ്ഞു. കർത്താവ് ഒരിക്കലും ഒരു മുഖം മൂടി വെച്ച് സ്നേഹിച്ച വ്യക്തിയല്ല, നമുക്കറിയാം. യൂദാസിനെ കൂടെ കൊണ്ടു നടക്കുമ്പോഴും യൂദാസിനോട് ഒരു ഇഷ്ടക്കേട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടൊന്നും അല്ല കർത്താവ് കൊണ്ടാടുന്നത്. യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാം എന്നുള്ളത് വസ്തുതയായിരിക്കുമ്പോൾ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ സിൻസിയറായിട്ട്, വളരെ സത്യസന്ധമായിട്ട് കർത്താവ് സ്നേഹിച്ചു. എല്ലാ നന്മകളും അവരുമായിട്ട് പങ്കുവച്ചു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഏത് മനുഷ്യനെയും കർത്താവ് വളരെ സിൻസിയറായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട്, എന്നാൽ അതൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് സ്നേഹിച്ചത്. നമുക്ക് സഭയിലുള്ള ചില സൗകര്യങ്ങളെയൊക്കെ സ്നേഹിക്കാനായിട്ട് പാടാം. ചില ശുശ്രൂഷകന്മാരെ നമുക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്, എളുപ്പമൊന്നുമല്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ ചില ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ സഹോദരിമാർക്ക് എളുപ്പമല്ല, ചില ഭാര്യമാരെ സ്നേഹിക്കാൻ സഹോദരന്മാർക്ക് എളുപ്പമല്ല, ചില മക്കളെ സ്നേഹിക്കാൻ എളുപ്പമല്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ബന്ധത്തിന് സാധ്യമാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു മാർഗം ഇതേ ഉള്ളൂ: തീരുമാനം എടുക്കുക. ഈ ശത്രുവിനെ സ്നേഹിക്കാനായിട്ട് കർത്താവ് പഠിപ്പിച്ചു. എങ്ങനെയാ ശത്രുവിനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക? അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ സ്നേഹിക്കാനായിട്ട് തീരുമാനമെടുക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയും അവരെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുകയും അവർക്ക് നന്മ ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ മാനുഷിക പ്രവണതകൾക്ക് ഒക്കെ എതിരായിട്ടുള്ള കാര്യമാണ്. ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തലാണ്. ആ ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ മനഃപൂർവ്വമായി പരിശ്രമിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒഴുകി പോകാനായിട്ട് എളുപ്പമാണ്. അപ്പൊ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള സ്ട്രെയിനും ഇല്ല, വളരെ എളുപ്പമാണ്. പക്ഷെ ചില ആളുകളെ സ്നേഹിക്കണമെങ്കിൽ തീരുമാനം എടുത്തെങ്കിലേ സാധിക്കൂ എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നതാണ്. അപ്പൊ ഇങ്ങനെ പറയാറുണ്ട്, ഈ സ്നേഹിക്കാൻ എടുക്കുന്ന തീരുമാനം വാസ്തവത്തിൽ സഹനത്തിനായിട്ടുള്ളൊരു തീരുമാനം കൂടിയാണ് എന്നാണ്. നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വേദനകൾ ഉണ്ടാവും, നമുക്ക് സഹിക്കേണ്ട വരും, നമുക്ക് കഷ്ടതകൾ ഉണ്ടാവും, നമുക്ക് ചെലവുണ്ടാകും.
ചിലപ്പോൾ നമുക്ക് മുറിവേൽക്കേണ്ടി വരും, അവസാനം ചിലപ്പോൾ മരിക്കേണ്ടതായിട്ട് വരും എന്നതാണ് കർത്താവിന്റെ ആ മാതൃക നമ്മൾ ഓർമ്മിക്കുന്നത്. കർത്താവ് എന്തിനാണ് ഈ കഷ്ടങ്ങൾ സഹിച്ച് മരിച്ചതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, കർത്താവ് നമ്മളെയൊക്കെ സ്നേഹിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. സ്നേഹിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ കർത്താവിന് അറിയാം ഇത് എവിടം വരെ എത്തുമെന്നുള്ള കാര്യം. സ്നേഹിച്ച് 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 ജീവൻ വരെ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം കർത്താവിന് അറിയാം, മുറിവേൽക്കേണ്ടി വരും എന്നുള്ള കർത്താവിന് അറിയാം. അപ്പൊ എന്നിട്ടും കർത്താവ് സ്നേഹിക്കാൻ തീരുമാനിച്ചു. സോ ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദ ട്രൂ ഷേപ്പ് ഓഫ് ലവ് ഈസ് നോട്ട് ഹാർട്ട് ബട്ട് ക്രോസ്. ഒരു സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഹൃദയത്തിന്റെ ചിഹ്നമാണ് സാധാരണ വരച്ചു വെക്കാറ്. പക്ഷെ സത്യമായിട്ട് യഥാർത്ഥമായ വാസ്തവമായ സ്നേഹത്തിന്റെ ചിഹ്നം ഹൃദയമല്ല, ക്രൂശിന്റെ ആകൃതിയാണ്. ഷേപ്പ് ഓഫ് ട്രൂ ലവ് ഈസ് ക്രോസ് എന്നുള്ളതാണ് കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്, കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബിക്കോസ് അൺകണ്ടീഷണൽ ലവ്, കർത്താവിന്റെ ബന്ധങ്ങളിലൊക്കെ കർത്താവ് ആ ഒരു നിസ്വാർത്ഥത പുലർത്തിയിരുന്നു. മാത്രമല്ല എന്താ പറയുന്നത്, നിരുപാധികമായി കർത്താവ് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അറിയാം. അവിടെ ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മുന്നോട്ട് പോകട്ടെ. ഇങ്ങോട്ട് എന്ത് കിട്ടും എന്നല്ല കർത്താവ് നോക്കിയിരുന്നു, എനിക്ക് എന്ത് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമെന്നാണ്. മനുഷ്യപുത്രൻ വന്നത് തന്നെ ശുശ്രൂഷ സ്വീകരിക്കാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മറുപടിയായി കൊടുക്കാനുമാണ് വന്നത്. ഒരു വ്യക്തി ബന്ധത്തില് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ച് നിൽക്കുക, ഇങ്ങോട്ട് എന്ത് കിട്ടും, അയാൾ എങ്ങനെ പെരുമാറും എന്ന് നോക്കട്ടെ, എന്നെ സ്നേഹിക്കുമോ, എന്നെ ബഹുമാനിക്കുമോ, എന്നെ അനുസരിക്കുമോ എന്നൊക്കെ നോക്കട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് സ്നേഹിക്കാം എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന സമയത്ത് ആൾക്കാർ പറയാറുണ്ട്, നോക്കട്ടെ ഇനി അയാളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയാറുണ്ട്. കുടുംബജീവിതത്തിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ പറയാറുണ്ട്, ഇനി അവളുടെ പെരുമാറ്റം, ഇനി അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയാന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞു കേൾക്കാറുള്ളത്. അപ്പൊ അതൊരു കണ്ടീഷണൽ ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇങ്ങോട്ട് നന്നായി പെരുമാറിയാൽ ഞാനും അങ്ങോട്ട് നന്നായി പെരുമാറും. അപ്പൊ കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ മറ്റ് അവിശ്വാസികളുമായിട്ടുള്ള പാപികളുമായിട്ട് നിങ്ങൾക്ക് എന്താ വ്യത്യാസം എന്ന് ചോദിക്കണം, അല്ലെ? ദുഷ്ടന്മാരും മറ്റു ദുഷ്ടന്മാരുമായിട്ട് കൂട്ടുകൂടുന്നു, കള്ളന്മാരെ സ്നേഹിക്കുന്നു. എന്നാൽ ഈ കണ്ടീഷൻസ് വെച്ചുള്ള സ്നേഹമായിരുന്നില്ല കർത്താവിൻ്റെത്, അതൊരു സെർവിങ് ലവ് ആയിരുന്നു. എനിക്ക് എങ്ങനെ അങ്ങോട്ട് സെർവ് ചെയ്യാം, ശുശ്രൂഷ ചെയ്യാം, നന്മ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു സ്നേഹമാണ്. ഞാൻ അത്രയും പറഞ്ഞത് വിടുകയാണ്. നാലാമത്, കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് എമ്പതി. അതൊരു എമ്പത്തറ്റിക് ലവ് ആയിരുന്നു, ഒരു സഹാനുഭൂതിയോട് കൂടിയുള്ള സ്നേഹം. ഈ എൻപതി എന്നുള്ള വാക്ക്, എൻ അതുപോലെ പാത്തോസ്, ഈ രണ്ട് ഗ്രീക്ക് വാക്കിൽ നിന്നും വന്നിട്ടുള്ളൊരു പദമാണ് എമ്പതി. എൻ എന്ന് പറഞ്ഞാൽ ഇൻ, പാത്തോസ് എന്ന് പറഞ്ഞാൽ പെയിൻ. സോ ഇൻ ദ പെയിൻ ഓഫ് അതേഴ്സ് എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരാളോട് സഹതാപം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ്, എംപതൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അയ്യോ കഷ്ടമായി പോയി എന്ന് പറയുക എന്നല്ല. ഒരു വ്യക്തിയുടെ വേദന നമ്മുടെ സ്വന്തം അനുഭവമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ എമ്പതി എന്ന് പറയുന്നത്. കൗൺസിലേഴ്സ് സാധാരണ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ച സാറുമാര് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ഒരാളുടെ ഷൂവിനകത്ത് കയറി നിന്ന് അയാളുടെ ലോകം കാണാനായിട്ടുള്ള കഴിവാണ് ഈ എമ്പതി എന്ന് പറയുന്നത്. മറ്റൊരാൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ നിന്നെങ്കിലേ അയാൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരാളുടെ അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തി നിൽക്കുന്ന സാഹചര്യം, ആ വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു വേദന, ഇതൊക്കെ നമുക്ക് ഒന്ന് അനുഭവിച്ചു നോക്കാനായിട്ട്, മനസ്സിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ സാധിക്കും. ഈ മലയിലെ പ്രസംഗത്തിലൊക്കെ കർത്താവ് ഈ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞു, കരുണയുള്ളവർ. അപ്പൊ അവിടെ ആ കരുണ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിനെ കുറിച്ച് ബാർക്ലേയുടെ കമന്ററിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം പറയുന്നത്, ടു ഗെറ്റ് ഇൻ ടു ദ സ്കിൻ ഓഫ് അതേഴ്സ്, മറ്റുള്ള ഒരു വ്യക്തിയുടെ തൊലിക്കകത്തേക്ക് കടന്നിട്ട് അയാളുടെ കണ്ണിലൂടെ കാണാനും അയാളുടെ മനസ്സുകൊണ്ട് കാര്യങ്ങൾ അനുഭവിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ കരുണ എന്ന് പറയുന്നത് എന്ന്. അപ്പൊ നമുക്ക് കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കർത്താവിന് മനുഷ്യരുടെ ഏത് അവസ്ഥകളും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അതായത് ഒരു മനുഷ്യൻ വിശന്നിരിക്കുന്നത് കാണുമ്പോൾ
അവന്റെ വിശപ്പ് എന്താണ് എന്നറിയാനായിട്ടുള്ളൊരു കഴിവ് കർത്താവിനുണ്ടായിരുന്നു. അതൊരു അമാനുഷിക കഴിവാന്നല്ല പറയുന്നത്, അതിനാണ് ഈ എമ്പതി എന്ന് പറയുന്നത്. ഇപ്പൊ 3 ദിവസമായ കർത്താവിന്റെ കൂടെ ഇരുന്ന് വചനം കേൾക്കുന്ന ആളുകളെ പറഞ്ഞു വിടാനായിട്ടാണ് കർത്താവിന്റെ അപ്പോസ്തലന്മാർ പറഞ്ഞത്. കാരണം അവർക്കറിയാം ഈ ആളുകള് വിശന്നിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ പോകണം എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ ഈ വിശന്നിരിക്കുന്ന ഇവരുടെ വിശപ്പിന്റെ ആ തീവ്രത, അവര് കടന്നു പോകുന്ന ആ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അത് വാസ്തവത്തിൽ കർത്താവ് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് അവര് വഴി വീണു പോകും ഭക്ഷണം കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ അവിടെയാണ് ഈ മനസ്സലിവൊക്കെ വരുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് അവിടെ നമുക്കറിയാവുന്ന എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്യമാണ്, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത് എന്ന് പറയാം. അതായത് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിവില്ലാത്തവനല്ല. അപ്പൊ ഈ സഹതാപം കാണിക്കാനായിട്ട് കർത്താവിന് കഴിയും. എന്തുകൊണ്ട്? കർത്താവിനെ വിശക്കുന്നവരുടെ വിശപ്പറിയാം, ഒറ്റപ്പെടലിന്റെ വേദന അറിയാം, മനുഷ്യരെ വിമർശിക്കുന്നതിന്റെ, കുറ്റപ്പെടുത്തുന്നതിന്റെ, മനുഷ്യരെ ഉപദ്രവിക്കുന്നതിന്റെ എല്ലാ വിഷമങ്ങളും വേദനകളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വേദനിക്കുന്ന ഒരാളുടെ അവസ്ഥ കാണുമ്പോൾ കർത്താവിന് അത് കൃത്യമായിട്ട് മനസ്സിലാകും എന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. അപ്പൊ ആ ഒരു എമ്പതി കർത്താവിന് എപ്പോഴും ഉണ്ടായിരുന്നു. കർത്താവിന്റെ പ്രവർത്തനങ്ങൾ പലതും അതിന്റെ പുറകിലുള്ള പ്രേരണ ഈ ഒരു എമ്പതിയായിരുന്നു, ഈ ഒരു മനസ്സലിവായിരുന്നു. പലരും ആവശ്യപ്പെടാതെ തന്നെ കർത്താവ് അങ്ങോട്ട് ചെന്ന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം നൈനിലെ വിധവയുടെ മകന്റെ വിലാപയാത്ര പോകുന്ന സമയത്ത് ആരും കർത്താവിനോട് പറഞ്ഞില്ല, പോയി ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാവോ കർത്താവെ എന്ന് ആരും വന്ന് ചോദിച്ചില്ല. കർത്താവിന് മനസ്സലിവ് തോന്നി. ചില മനുഷ്യരെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിവ് തോന്നി. ഇതൊക്കെ ആ എമ്പതിയുടെ ഒരു ഭാഗമാണ്. നമുക്ക് ഈ മനുഷ്യന്റെ സ്ട്രഗിൾസ്, ഒരു സഹോദരൻ ഒരു സഹോദരി കടന്നു പോകുന്ന ആ ഒരു അനുഭവം നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ മാറി നിന്ന് ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മൾ വിധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വിധി പറയുന്നതിന് മുമ്പ് ആ വ്യക്തി കടന്നു പോകുന്ന അനുഭവങ്ങളും വേദനകളും അവന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന്, സ്ട്രഗിൾസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ആളുകളോട് കുറച്ചുകൂടെ നന്നായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ മനസ്സലിവ് കാണിക്കാനും സഹാനുഭൂതിയോട് ഇടപെടാനും മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കും എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കർത്താവിന്റെ മാതൃക അതാണ്. അടുത്തതായിട്ട് കർത്താവിന്റെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, കർത്താവിന്റെ ആ ബന്ധത്തിന്റെ പരിധിയിൽ കർത്താവ് എല്ലാവരും ഉൾപ്പെടുത്തിയെന്നു. എല്ലാവരുമായിട്ട്, എല്ലാ തരത്തിലുള്ള മനുഷ്യരുമായിട്ട് കർത്താവ് ബന്ധപ്പെട്ടു. യഹൂദന്മാരുമായിട്ട് കർത്താവിന് ബന്ധമുണ്ടായിരുന്നു. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ യഹൂദ വിശ്വാസികൾ മാത്രമല്ല, യഹൂദന്മാരുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പരീശന്മാരുമായിട്ട് കർത്താവിന് ബന്ധമുണ്ടായിരുന്നു, ശാസ്ത്രിമാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, പിന്നെ റബിമാരുമായിട്ട്, ഗമാലിയലിനെ പോലുള്ള റബിമാരുമായിട്ട് കർത്താവിന് ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ മറുവശത്ത് യഹൂദന്മാർ ഏറ്റവും വെറുക്കുന്ന ജാതികളായ ആളുകളുമായിട്ട് കർത്താവിന് ബന്ധമുണ്ടായിരുന്നു. ഇനി ഇവരുടെ രണ്ടിലും പെടാത്ത അല്ലെങ്കിൽ സങ്കരവർഗമായ ശമരിയർ എന്ന് പറയുന്ന ഒരു വെറുക്കപ്പെട്ട സമൂഹം, യഹൂദന്മാര് മതിൽ കെട്ടി മാറ്റി നിർത്തിയിരുന്ന ആ ഒരു സമൂഹം, അവരുടെ അടുക്കലേക്കും കർത്താവ് ചെന്നു. അവരോട് ബന്ധപ്പെടാനും കർത്താവിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശമരിയയിലും കർത്താവിന് സ്നേഹിതന്മാരുണ്ടായിരുന്നു. സമൂഹത്തിന്റെ ഏത് സ്ട്രാറ്റയിലുള്ള ആളുകൾ എടുത്തു നോക്കിയാൽ, ഇപ്പം പണക്കാരെ നോക്കിയാൽ അരിമത്തിയിലെ ജോസഫിനെ പോലെയുള്ള സമ്പന്നന്മാരായ മനുഷ്യരുമായിട്ട് കർത്താവിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ കൂടുതൽ വിശദവിവരങ്ങളും നമുക്ക് ലഭ്യമല്ലെങ്കിൽ പോലും നമുക്കറിയാം, കർത്താവിന്റെ ശിഷ്യനായിരുന്നു അരിമത്തിയിലെ ജോസഫ് എന്ന് പറയുമ്പോൾ അവരൊരുമിച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവും. തന്റെ കല്ലറ പോലും കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ആ മനുഷ്യൻ തയ്യാറായത് ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ വളരെ ദരിദ്രരായിട്ടുള്ള മനുഷ്യൻ, ഒന്നുമില്ലാത്ത വെറും പാവങ്ങളായ മനുഷ്യൻ, സമൂഹം വെറുത്തിരുന്ന കുഷ്ഠരോഗമുള്ള മനുഷ്യർ, ലാസറിന്റെ പിതാവ് ശിമോൻ കുഷ്ഠരോഗിയായിരുന്നു എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ വീട്ടില് കർത്താവ് ചെല്ലുമായിരുന്നു. അതുപോലെ കർത്താവിന് പാപികളോടും ചുങ്കക്കാരോടും ഒക്കെ ബന്ധമുണ്ടായിരുന്നു. ഏത് തരത്തിലുള്ള ആളുകളോടും, സ്ത്രീകളോട് കർത്താവിനുള്ള ബന്ധം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇന്നത്തെ കാലത്തെ ഈ റബ്ബിമാരൊന്നും പൊതുവിൽ അങ്ങനെ സ്ത്രീകളോട്, പ്രത്യേകിച്ച് പബ്ലിക്കായിട്ടൊന്നും അങ്ങനെ ബന്ധം പുലർത്തുന്ന ആളുകളല്ല. പക്ഷെ കർത്താവിന് അതൊന്നും ഒരു വിഷയമല്ല. കർത്താവ് എല്ലാവരോടും വളരെ ആത്മാർത്ഥമായി തന്നെ, സിൻസിയറായിട്ട് തന്നെ സ്നേഹബന്ധങ്ങൾ സൂക്ഷിച്ചു. ശമരിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിച്ചു നിൽക്കാനായിട്ട് കർത്താവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മഗ്ദലനക്കാരി മറിയെ കൂടെ ഒരു ടീം അംഗമായിട്ട് കൊണ്ടുനടക്കാൻ കർത്താവിന് ബുദ്ധിമുട്ടുണ്ടായില്ല. അല്ലെങ്കിൽ അതുപോലെ ഉള്ള പല സ്ത്രീകളെ, സൂസനെ കുറിച്ച് പറയുന്നുണ്ട്, യോഹന്നെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരൊക്കെ കർത്താവിന്റെ അടുത്ത സ്നേഹിതരായിരുന്നു. ലാസറിന്റെ
സഹോദരിമാരെ കുറിച്ച് നമുക്കറിയാം, മാർത്തയെ കുറിച്ച്, മറിയെ കുറിച്ചും അറിയാം. ഇവരോടൊക്കെ കർത്താവിന് വളരെ അടുത്ത സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആരെയും കർത്താവ് മാറ്റി നിർത്തിയില്ല, കുട്ടികളെ കർത്താവ് മാറ്റി നിർത്തിയില്ല. ഏത് തരത്തിലുള്ള മനുഷ്യരുമായി കർത്താവിനൊരു ബന്ധം ഉണ്ടായിരുന്നു. കർത്താവിന്റെ ആ ബന്ധത്തിന്റെ സർക്കിൾ വളരെ വിശാലമാണ്. പക്ഷെ അവിടെ ഒരു കാര്യം, ഈ ബന്ധങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അതിർവരമ്പുകളും കർത്താവ് ഇടിച്ചു കളഞ്ഞു, എല്ലാ തരത്തിലുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുമായിട്ടും ഒരേ രീതിയിലുള്ള ബന്ധം അല്ലായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവിടെ കർത്താവിന് ചില അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. ചില വരകൾ കർത്താവ് വരച്ചിട്ട് കുറച്ച് ആളുകളെ മാത്രമാണ് ആ വരയ്ക്ക് ഉള്ളിലേക്ക് കടത്താനായിട്ട് കർത്താവ് തീരുമാനിച്ചത്. 12 ശിഷ്യന്മാരുടെ കാര്യം നമുക്കറിയാം. അവരിൽ തന്നെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ഇന്നർ സർക്കിൾ കർത്താവിനുണ്ടായിരുന്നു. അതായത് ഒരു ബന്ധം, ഒരു സ്നേഹബന്ധം, സ്നേഹത്തിന്റെ ഒരു പൊതുവായ ബന്ധം എല്ലാവരോടും സൂക്ഷിക്കുമ്പോൾ തന്നെ ഗെത്സമേന പോലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്ന ചുരുക്കം ആളുകളുടെ ഒരു കൂട്ട്, ഒരു അഗാധമായ ഒരടുത്ത സ്നേഹബന്ധം കർത്താവ് സൂക്ഷിച്ചിരുന്നു. അപ്പൊ ഇത് രണ്ടും നമുക്ക് പലപ്പോഴും മിസ്സിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ തരത്തിലുള്ള ആളുകളെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് പലപ്പോഴും കഴിയാറില്ല. നമ്മൾ വളരെ സെലക്റ്റീവാണ്. ഇനി അവിടെ തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ പങ്കുവെക്കാൻ സാധിക്കുന്ന അടുത്ത ബന്ധങ്ങളുള്ളവരും വളരെ കുറവാണ്. ചിലരൊക്കെ ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ മിക്കവാറും ആളുകളൊക്കെ ഇന്ന് ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ്. എന്നാൽ എല്ലാവരുമായിട്ടും പരിചയമില്ല എന്ന് ചോദിച്ചാൽ പരിചയമുണ്ട്, എല്ലാവരുടെ സ്നേഹമാണെന്ന് ചോദിച്ചാൽ സ്നേഹമൊക്കെയാണ്. പക്ഷെ അങ്ങനെ അടുത്ത ബന്ധങ്ങൾ വളരെ കുറവുള്ള ആളുകളാണ് കൂടുതലും എന്ന് നമുക്ക് കാണാം. ഇത് രണ്ടും ആവശ്യമാണ്. അപ്പൊ ആളുകൾക്ക് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പലർക്കും കഴിയാത്തത് എന്താണെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ശിഷ്യന്മാരുടെ ചില മനോഭാവത്തിൽ നിന്ന്, കർത്താവിന്റെ അപ്പസ്തലന്മാരുടെ ചില മനോഭാവത്തിൽ നമുക്ക് അതിന്റെ ചില കാരണങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. മർക്കോസ് 9:38 അവിടെ ശിഷ്യന്മാരിങ്ങനെ പ്രസംഗിക്കാനൊക്കെ പോയ സമയത്ത് അവിടെ വേറൊരു മനുഷ്യനെ കണ്ടു. ആ വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ഇവര് റിപ്പോർട്ട് കൊടുക്കുക, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അവൻ നമ്മെ അനുഗമിക്കാകിയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു. അവനെ വിലക്കിയിട്ട് വന്നേക്കാം. എന്താ കാരണം? ഞങ്ങളുടെ കൂടെ നിന്നെ അനുഗമിക്കുന്നില്ല. ഞങ്ങളുടെ കൂടെ നിന്നെ അനുഗമിക്കാത്തവൻ ശരിയല്ല. അതാണ് ഇവരുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മള് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടേതായ കാഴ്ചപ്പാടുകളൊക്കെ ചേർത്ത് നമ്മൾ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫ്രെയിമിനകത്ത് ഫിറ്റ് ആകുമോ എന്നുള്ളതാണ് നമ്മൾ മനുഷ്യരെ നോക്കുന്നത്. അപ്പൊ ഏത് മനുഷ്യനും നമ്മളെ സ്വീകരിക്കുന്നത് സ്വീകരിക്കാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ്. അപ്പോ നമ്മുടെ മനോഭാവങ്ങള്, നമ്മുടെ ചിന്താഗതികള്, അതിനകത്ത് ചേരാത്ത ആളുകളെ ഒന്നും നമുക്ക് സ്വീകരിക്കാനായിട്ട് എളുപ്പമല്ല. അപ്പൊ ആ ഫ്രെയിമിനകത്ത് നിൽക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ സ്നേഹിക്കുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും നമുക്ക് സ്നേഹിക്കാനായിട്ട് താല്പര്യമില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കർത്താവ് ആ പല ഫ്രെയിമുകളും പൊളിച്ചു കളഞ്ഞ ആളാണ്. ശമരിയരുമായിട്ടുള്ള ബന്ധം ചിന്തിക്കാൻ പോലും പറ്റാത്ത ആളുകളാണ് യഹൂദന്മാർ. പക്ഷെ കർത്താവ് ആ ഫ്രെയിമൊക്കെ പൊളിച്ച് മാറ്റി വെച്ചു. ജാതികള്, അവരുടെ ആ ഫ്രെയിമൊക്കെ കർത്താവ് പൊളിച്ചു മാറ്റി വെച്ചു. അല്ലെ, പാപിനികളായ മനുഷ്യർ, പാപികളും ചുങ്കക്കാരുമായ മനുഷ്യർ, സമൂഹത്തിന്റെ ആ ഫ്രെയിമൊക്കെ കർത്താവ് തകർത്ത് കാണും. അപ്പൊ അങ്ങനെ മാത്രമേ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കൂ. അപ്പൊ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇതൊരു ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ആളുകളെ മാത്രം സ്നേഹിക്കുക എന്നതല്ല ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് പഠിപ്പിച്ചത്. എല്ലാ തരത്തിലുള്ള മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫ്രെയിം പലപ്പോഴും നമുക്ക് തടസ്സമാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്ടം, അതിനകത്ത് നമുക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്യുന്ന ആളുകളെല്ലാം അതിന് പുറത്താണ്. അവരോട് പിന്നെ യാതൊരു ബന്ധവും നമുക്ക് സാധിക്കുകയില്ല എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ കർത്താവ് ഞാൻ അതിരുകൾ വെച്ചിരുന്നു എന്നുള്ളതാണ്. ആ അതിരുകൾ നമുക്ക് കാണാം. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6ാമത്, കർത്താവിന്റെ ബന്ധം ഒരു ഗോൾ ഓറിയന്റഡ് ബന്ധങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒരാളെ സ്നേഹിക്കുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. വെറുതെ ഇങ്ങനെ കൂട്ടുകൂടുക,
എന്തിനാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത്? അല്ല, ചുമ്മാ സ്നേഹിക്കാൻ എന്നുള്ളതല്ല. കർത്താവ് ഒരാളെ സ്നേഹിച്ചാൽ ആ വ്യക്തിക്ക് നന്മയുണ്ടാകും, നന്മയുണ്ടാകണം. അതാണ് കർത്താവിന്റെ ലക്ഷ്യം. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന് കർത്താവ് സഭയ്ക്ക് വേണ്ടി തന്നെ കൊടുത്തതിനെ കുറിച്ച് പറയാം. സഭയെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി തന്നെ കൊടുത്തു. എന്തിനാണ്? അവളെ കറയും ചുളുക്കമൊന്നും ഇല്ലാതെ തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് വേണ്ടിയാണ്. അവരുടെ കറയും ചുളുക്കവും ഒക്കെ മാറ്റി അവളെ ശുദ്ധീകരിച്ച് തേജസ്സോടെ മുൻനിർത്താൻ വേണ്ടിയാണ് സഭയെ സ്നേഹിച്ചത്. മനുഷ്യരെ കർത്താവ് സ്നേഹിച്ചത് അവരെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്, അവരെ ആത്മീകമായി വളർത്താൻ വേണ്ടിയാണ്. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെ ഒരു മനുഷ്യനോട് ബന്ധം പുലർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് മനുഷ്യര് എനിക്കെന്ത് കിട്ടുമെന്നാ പലപ്പോഴും ചിന്തിക്കുന്നത്. എനിക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാത്ത ബന്ധങ്ങളെ സൂക്ഷിക്കാനായിട്ട് പലർക്കും താല്പര്യമില്ല. പക്ഷെ കർത്താവ് ചിന്തിച്ച് അങ്ങനെയല്ല. ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത് വഴി എങ്ങനെ ഈ വ്യക്തിയെ മെച്ചപ്പെടുത്താമെന്നുള്ളതാണ്. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലായാലും സഭയിലെ സഹോദര ബന്ധത്തിലായാലും ഇനി സഭയ്ക്ക് പുറത്തുള്ള ബന്ധങ്ങളിലായാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്. കർത്താവ് ചിന്തിച്ചത് അതാണ്. കർത്താവിന്റെ അടുക്കൽ വരുന്നവർക്ക് എന്ത് കിട്ടും, എന്ത് കൊടുക്കാൻ പറ്റും, അവരെ എങ്ങനെ മെച്ചപ്പെടുത്താം. കർത്താവിന്റെ കൂടെ ഈ 12 ആളുകളെ കൊണ്ടുനടന്ന് കർത്താവ് അവരെ ശരിക്കും രൂപപ്പെടുത്തിയിടും. അവരുടെ സ്വഭാവങ്ങളും അവരുടെ മനോഭാവങ്ങളും ഒക്കെ കർത്താവ് മാറ്റി അവരെ മെച്ചപ്പെട്ട ആളുകളാക്കി മാറ്റി. കർത്താവിന്റെ കൂടെ കൂടിയിട്ട് ആരും മോശക്കാരായില്ല. പക്ഷെ ഇന്ന് ചില ആളുകളോട് കൂട്ടുകൂടിയാൽ അവര് മോശക്കാരാവും, അവര് റിബലിയസ് ആയിട്ട് മാറുകയാണല്ലേ. ചില സഹോദരന്മാരോട് കൂട്ടുകൂടുമ്പം നമുക്ക് പേടി, അയ്യോ ഈ വ്യക്തിയും അയാളെ പോലെ ആയി പോകുമോ എന്നുള്ള പേടിയുണ്ട്. കാരണം എന്താ? അവര് മറുതലിക്കുന്നവരാണ്, സഹോദരങ്ങളെ ബഹുമാനിക്കാത്തവരാണ്, അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര വിമർശന ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവരാണ്, വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ചില പ്രത്യേക മോശം സ്വഭാവങ്ങളുള്ളവരാണ്. അപ്പോ നമ്മൾ ആളുകളുടെ ദുസ്വാധീനത്തെ കുറിച്ചാണ് കൂടുതൽ ഭയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാരണം ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു തെറ്റായ സ്വഭാവം ഉണ്ടാകാനോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു താഴ്ച വരാനോ ഒന്നും ഇടയാകരുത്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ബന്ധം മോശമാകാൻ ഒന്നും നമ്മൾ കാരണം ഇടയായി തീരും. അപ്പൊ പല ബന്ധങ്ങളും മോശമായി തീരുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടുകൂടിയാണ്. പറഞ്ഞാൽ ഒരാൾ വന്ന് മറ്റൊരാളെ കുറിച്ച് മോശം ചില കാര്യങ്ങൾ ഒരു സഹോദരനോട് പറയുന്നു, സഹോദരിയോട് പറയുന്നു. അവര് കുറച്ചേരം കേട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും ആ വ്യക്തിയോട് ഒരു ഇഷ്ടക്കേട് തോന്നും. എന്നാൽ കർത്താവിന്റെ അടുക്കൽ ആര് വന്നാലും ആ വ്യക്തിക്ക് ഒരു പുരോഗതി ഉണ്ടായിരുന്നു. ആത്മീകമായ പുരോഗതി, മാനസികമായ പുരോഗതി, അറിവിലുള്ള പുരോഗതി, ഇതെല്ലാം നമുക്ക് നൽകാനായിട്ട് സാധിക്കും. നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലുമൊക്കെ തരത്തില് ഒരല്പം കൂടി മെച്ചപ്പെടുവാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ള ഒരു താല്പര്യം നമുക്കില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങള് കർത്താവിൻ്റെത് പോലെയുള്ള, കർത്താവ് പുലർത്തിയ ബന്ധങ്ങൾ പോലെയുള്ള ഒരു ബന്ധമല്ല എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഇന്നലത്തേക്കാൾ മെച്ചപ്പെടുന്നുണ്ട്. എന്നോട് കൂട്ടുകൂടിയിട്ട് ഒരാള് മെച്ചപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കണം. എന്നോട് കൂട്ടുകൂടുന്ന എല്ലാവരും മെച്ചപ്പെടണം, അങ്ങനെ ഒരു തീരുമാനം ആഗ്രഹമൊക്കെ നമുക്ക് നല്ലതാണ്. കർത്താവിന്റെ കൂടെ കൂട്ടുകൂടി എല്ലാവരും, യൂത ഒഴികെ, അതേക്കുറിച്ച് നമുക്കറിയാം, അതൊരു എക്സെപ്ഷണൽ കേസാണ്. ബാക്കി എല്ലാവരും നന്നായിട്ടുണ്ട്, ബാക്കി എല്ലാവരും നന്നായി. കർത്താവിന്റെ ബന്ധങ്ങളുടെ പ്രത്യേകതയെ കുറിച്ച് പറയുമ്പോൾ അത് വിശുദ്ധമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാ തരത്തിലും വിശുദ്ധി സൂക്ഷിച്ചിരുന്ന ഒരു ബന്ധമാണ്. ഏത് തരത്തിലുള്ള മനുഷ്യരോടും, സ്ത്രീകളോട് പ്രത്യേകിച്ച് പെരുമാറുമ്പോഴൊന്നും കർത്താവിന് ആ അതിർവരമ്പുകൾ സൂക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ആരോപണം പോലും ആ നിലയിൽ കർത്താവിന്റെ നേരെ ആരും ഉന്നയിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഹി നെവർ യൂസ്ഡ് പീപ്പിൾ. കർത്താവ് ഒരിക്കലും മനുഷ്യരുടെ മേൽ അവരെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല, അഡ്വാൻറ്റേജ് എടുത്തിട്ടില്ല, ആളുകളെ ഉപയോഗിച്ചിട്ടില്ല. വളരെ നിർമ്മലമായ ഒരു ബന്ധമാണ് കർത്താവിന് ഉണ്ടായിരുന്നത്. ഇതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ബന്ധങ്ങളിലും ഈ ഒരു നിർമ്മലത സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളോട് ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പലരുടെയും ജീവിതത്തിൽ ഈ അതിർവരമ്പുകൾ ഒളിഞ്ഞു പോകുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വിശുദ്ധിയോടെ ഉള്ള ബന്ധങ്ങളാണ് നമുക്ക് ആവശ്യം. 7ാമത് പറയുന്നത്, കർത്താവിന്റെ ബന്ധങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ന്യായപ്രമാണമായിരുന്നില്ല, കൃപയായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യായപ്രമാണം മോശ കൊണ്ടുവന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു കൊണ്ടുവന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പൊ കർത്താവിന്റെ ബന്ധങ്ങളും നമ്മൾ പരിശോധിച്ചാൽ
പ്രമാണങ്ങൾ വെച്ചുള്ള എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ ഓരോ വകുപ്പുകളും എടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല കർത്താവ് മനുഷ്യരോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അതെല്ലാം ഒരു കരുണയുടെയും കൃപയുടെയും ഒക്കെ ബന്ധങ്ങളായിരുന്നു. കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ തള്ളിക്കളയാത്ത യേശു. ന്യായപ്രമാണം വെച്ചാണെങ്കിൽ, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു റിജിഡ് ആയിട്ടുള്ള കുറെ പ്രമാണങ്ങളും നിയമങ്ങളും വെച്ചാണ് കർത്താവ് ബന്ധങ്ങളെ സൂക്ഷിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും പത്രോസിനെ പിന്നെ കർത്താവ് പരിഗണിക്കില്ലായിരുന്നു. പക്ഷെ കർത്താവ് വീണ്ടും പത്രോസിനെ കണ്ടുമുട്ടുമ്പോൾ കർത്താവ് പത്രോസിനോട്, കർത്താവെ നീ എന്തുകൊണ്ട് 1-ാം പ്രമാണം ലംഘിച്ചു എന്നല്ല ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദിക്കും. വീണ്ടും കൃപയോടുകൂടിയുള്ള ഒരു പെരുമാറ്റമാണ് അത്. സംശയിക്കുന്ന തോമയെ സംശയിക്കാതെ മഹാനിയോഗം കർത്താവ് ഏൽപ്പിച്ചു, അല്ലെ? അത് കൃപയാണ്. പാപിനിയായ സ്ത്രീ വന്ന് പാദങ്ങൾ കഴുകാനായിട്ട് കർത്താവ് അനുവദിച്ചു. പരീശന്മാരൊക്കെ നോക്കിയെന്ന് വിമർശിച്ചു. ഇവിടെ എങ്ങനെയുള്ളവർ എന്നറിഞ്ഞിരുന്നെങ്കിൽ അവിടെയും കർത്താവ് ന്യായപ്രമാണമല്ല, കൃപയാണ് ആ ബന്ധങ്ങൾക്കൊക്കെ അടിസ്ഥാനമായിട്ട് കണ്ടത്. വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ കഥ ഞാൻ ഓർക്കാം. യോഹന്നാൻ 8-ാം അധ്യായത്തില്, അല്ലെ? ഇന്ന് അതുപോലൊരു കേസ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുക? ഞാൻ സഭയിലുണ്ടാകുന്ന അച്ചടക്കലംഘനത്തെ കുറിച്ച് അല്ലെങ്കിൽ പാപങ്ങളെ സഭ കൈകാര്യം ചെയ്യേണ്ട വിഷയത്തെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, വ്യക്തിപരമായ ബന്ധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ വ്യക്തിബന്ധത്തില് ഇങ്ങനെ ഒരു ഗൗരവമായ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ, നമ്മുടെ മുമ്പിൽ ആ ഇങ്ങനെ ഒരു വ്യക്തി ബന്ധപ്പെട്ടാൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ വ്യക്തിയോട് പെരുമാറുക? എല്ലാവരും കല്ലുമായിട്ടാവും. അവളെ ന്യായപ്രമാണം പറയുന്ന നിയമം അനുസരിച്ചാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്, യാതൊരു തർക്കവും അതിനകത്തില്ല. ആ നിയമം അനുസരിക്കാനായിട്ടുള്ള വ്യഗ്രതയോടെയാണ് യഹൂദന്മാര് വന്നത്. പക്ഷെ കർത്താവ് ആ കല്ലുകളെയൊക്കെ താഴെ ഇടിച്ചു. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ അവിടെയും കർത്താവ് ന്യായപ്രമാണം അനുസരിച്ച് വിധിച്ചിരുന്നെങ്കിൽ ആദ്യം കല്ലെറിയേണ്ടത് കർത്താവായിരുന്നു, ആദ്യം വിധി പ്രസ്താവിക്കേണ്ടത് കർത്താവായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കർത്താവ് കൃപയുടെ ബന്ധമാണ് അവിടെ പുലർത്തിയത്. ഇതും നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാതൊരു പാടാണ്. ന്യായപ്രമാണ യുഗമൊക്കെ അവസാനിച്ചു. നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി കൃപയുടെ ഒരു വലിയ ദാനം നമുക്ക് തന്നു. കൃപയാൽ രക്ഷിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ, മാത്രമല്ല സഭയിലുള്ള എല്ലാ വിശ്വാസികളാണ്. പക്ഷെ ഇന്നും നമ്മൾ ആളുകളുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പരീശന്മാര് കർത്താവിന്റെ പുറകെ നടന്നവന് എപ്പോഴെങ്കിലും ശബ്ദത്തിൽ ലംഘിക്കുന്നുണ്ടോ? ഏതെങ്കിലും പ്രമാണം ലംഘിക്കുന്നുണ്ടോ? ലംഘിച്ചാൽ ഉടനെ ചാടി വീഴുന്നു, പ്രശ്നം ഉണ്ടാക്കും. നമ്മളും പലപ്പോഴും ഇങ്ങനെയല്ലേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യര് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ, ആർക്കെങ്കിലും എവിടെയെങ്കിലൊക്കെ വീഴ്ച പറ്റുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതേ കയറി പിടിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരിക്കൽ വീണുപോയ ഒരു മനുഷ്യനെ പിന്നെ നമ്മൾ ചേർത്ത് പിടിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പൊ പത്രോസിനെയും ഈ തോമസിനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ കൂടെ കൂട്ടുമായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ കാര്യം തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മർക്കോസ് ഈ സുവിശേഷ വേല ഇട്ടേച്ചു പോയ ഒരു സമയമുണ്ടായി. എന്തുകൊണ്ടാന്ന് നമുക്കറിയില്ല. അപ്പൊ വേല ഉപേക്ഷിച്ചു പോയി. അപ്പൊ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അടുത്ത മിഷൻ യാത്രയിൽ പൗലോസ് തയ്യാറായില്ല. പക്ഷെ പിന്നീട് ഈ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പൗലോസ് പറയുന്നു. അതായത് പൗലോസ് ഒരു വ്യക്തിയെ അവരുടെ തെറ്റുകളെ ഡീൽ ചെയ്യുന്നത് ഒരിക്കൽ തെറ്റുപറ്റി അവനെ എന്നേക്കും ശിക്ഷിച്ചു മാറ്റി നിർത്തുക എന്നുള്ള ഒരു മനോഭാവത്തിലാണ്. തെറ്റുപറ്റിയ മനുഷ്യൻ തെറ്റിനെ തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ വീണ്ടും അവനോട് കൃപ കാണിക്കുവാൻ, വീണ്ടും അവനെ പ്രയോജനമുള്ളവനാക്കി തീർക്കാൻ, വീണ്ടും അവനെ ആത്മീയമായിട്ട് വളർത്താൻ ഒക്കെ ശ്രമിക്കുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു എന്നാണ്. അപ്പൊ ഈ കൃപയുടെ ബന്ധങ്ങളാണ് നമുക്ക് ആവശ്യം. അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞ ഒരു മിഷൻ ഓറിയന്റഡ് ബന്ധമായിരുന്നു കർത്താവിൻ്റെ. അതായത് കർത്താവ് ഏത് ദൗത്യത്തിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്, ആ ദൗത്യത്തിന് ചേരുന്ന ആളുകളുമായിട്ടാണ് കർത്താവ് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നത്. എല്ലാവരുമായിട്ട് വിശാലമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ഇത് ശരിയായിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ അടുത്ത ബന്ധങ്ങളൊക്കെ നോക്കി, അതെല്ലാം ആ ഒരു മഹാനിയോഗത്തിന്റെ, ദൈവരാജ്യം എന്ന പരിപാടിയുടെ പുരോഗതിക്ക്, അതിന്റെ പണിക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെയാണ് കർത്താവ് എപ്പോഴും അടുത്ത ബന്ധുക്കളായിട്ട് കണ്ടത്. അവിടെയാണ് കർത്താവ് ചോദിച്ചത്, ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും? സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? കർത്താവിന്റെ
ഈ ദൗത്യത്തിൽ ഇടപെടാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് മാതാവിനെ പോലും കർത്താവ് ഒരു വര വരച്ച് അതിനപ്പുറത്ത് സ്ത്രീയെ ഇരിക്കുന്നവർക്കും തമ്മിലെന്ത് എന്ന് ചോദിച്ചു. അതൊരു മിഷൻ ഓറിയന്റഡ് ബന്ധമാണ്. സ്വന്തം പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാനായിട്ട് ഒരു ബന്ധങ്ങളും തടസ്സമാകരുത്. അവിടെയാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ നീയോ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പോ പിതാവുമായിട്ടുള്ള ബന്ധമാണെങ്കിലും കുടുംബമായിട്ടുള്ള ബന്ധമാണെങ്കിലും മറ്റേത് ബന്ധമാണെങ്കിലും ഈ കർത്താവിനെ അനുഗമിക്കുന്നതിന് ഇതൊന്നും തടസ്സമാകരുത്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഇതൊന്നും തടസ്സമാകരുത്. അതിന് സഹായകരമായിട്ടുള്ള ബന്ധങ്ങളാണ് കർത്താവ് സൂക്ഷിക്കുകയും കൊണ്ടാടുകയൊക്കെ ചെയ്തത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ബന്ധങ്ങളെ സൂക്ഷിക്കാനും ബന്ധങ്ങളെ നിലനിർത്താനും ഒക്കെ ഈ പ്രമാണങ്ങളൊക്കെ വളരെ നമുക്ക് സഹായകരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ വ്യക്തി ബന്ധങ്ങളിലുള്ള പ്രത്യേകതകളെ കുറിച്ച് ഇനി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. കർത്താവ് പഠിപ്പിച്ച പല പ്രമാണങ്ങളെ കുറിച്ച് നമുക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ പറ്റും. സഹോദരന്മാർക്ക് ചോദ്യങ്ങളോ ചർച്ചകളോ ആകാം. അതിനെല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും. യേശുക്രിസ്തുവിന്റെ വ്യക്തിബന്ധങ്ങൾ എന്ന വിഷയം അതിമനോഹരമായി വളരെ ആഴമായി ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച നമ്മളോട് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പ്രിയ സന്യാസോദരനോടുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുന്നു. വളരെ ശോഭിതമായി നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ നിന്നും കർത്താവിന്റെ വ്യക്തിബന്ധങ്ങളെ നാം ഒന്ന് വേർതിരിച്ച് പഠിക്കുകയായിരുന്നു. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ബന്ധമാണ് കർത്താവ് പുലർത്തിയത്, സ്ഥാപിച്ചത് എന്ന് നാം ഈ വിഷയത്തെക്കുറിച്ച് അല്പമായി പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഏറെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. കർത്താവിന്റെ ഈ വ്യക്തിബന്ധത്തിന്റെ അനേക പ്രത്യേകതകള് നമുക്ക് പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കഴിയുന്ന പാഠങ്ങള് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. പിതാവായ ദൈവവുമായുള്ള ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഭൂമിയിൽ സകല ബന്ധങ്ങൾ സ്ഥാപിച്ചതും പുലർത്തിയതും എന്നത് നാം ഏറ്റവും ആദ്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചു. അത് നമ്മളുടെ ജീവിതത്തിലും നമുക്ക് പ്രകാരം നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷിക്കുവാനായിട്ട്, നമ്മുടെ ബന്ധങ്ങളെ പുലർത്തുവാനായിട്ട് നല്ല മാതൃകയായിട്ട് നമുക്ക് മുൻപിൽ നാം കാണുകയായിരുന്നു. കർത്താവ് മനുഷ്യനെ സ്നേഹിക്കുവാൻ തീരുമാനമെടുത്ത് അങ്ങനെ സ്നേഹിച്ച സ്നേഹമായിരുന്നു എന്ന് നാം കണ്ടു. പലപ്പോഴും നമ്മുടെ സ്നേഹം എപ്രകാരമുള്ളതാണ് എന്ന് ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കുവാനായിട്ടുണ്ടല്ലോ. അതുപോലെ സ്നേഹത്തിന്, കർത്താവിന്റെ സ്നേഹം ഉപാധികളില്ലാതെ നിരുപാധികമായ സ്നേഹമായിരുന്നു എന്നത് നാം കണ്ടു. നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് എത്രയേറെ ദൈവാശ്രയം ആവശ്യമുള്ള ഒന്നാണ്. നമുക്കത് ഏത് നിലയിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കും എന്ന് നമ്മുടെ തുടർന്നുള്ള ഒരു വിഷയം നമ്മുടെ ചർച്ചയിലൂടെ നമുക്ക് കൂടുതൽ ഗ്രഹിക്കുവാനായിട്ട് കഴിയുമല്ലോ. അതുപോലെ കർത്താവ് കാണിച്ച സഹാനുഭൂതി, ആളുകളോട് കാണിച്ച സഹാനുഭൂതിയോടുകൂടെയുള്ള ആ ഇടപെടൽ, അതും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുകയായിരുന്നു. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗവുമായി നല്ല ബന്ധം പുലർത്തി യാതൊരു വേർതിരിവും കാണിക്കാതെ കർത്താവ് ഇടപെട്ടു എന്നത് നാം ശ്രദ്ധിച്ചു. കർത്താവിന് അതോടൊപ്പം തന്നെ ആ സമയം തന്നെ കർത്താവിന് തന്നോട് ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന ആത്മസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് നാം കണ്ടു. നമുക്കറിയാം, നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനും അങ്ങനെ നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ നമ്മളുടെ വികാര വിചാരങ്ങളെയും പങ്കുവയ്ക്കുവാനും കഴിയുന്ന ആത്മസുഹൃത്തുക്കൾ വാസ്തവത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നത് കർത്താവിന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. അത് നല്ല ബന്ധത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നാം കണ്ടു. കർത്താവ് ആളുകളെ സ്നേഹിച്ചത് തന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നത് നാം കേട്ടു. അതൊരു വലിയ വെല്ലുവിളി പോലെ നമുക്ക് മുൻപിൽ നിൽക്കുന്ന ഒരു മാതൃകയാണ്. അതുപോലെ കർത്താവ് ആളുകളെ നന്മയിലേക്ക് സ്വാധീനിക്കുകയായിരുന്നു. ആളുകളുടെ സ്വാധീനത്തിൽ
കർത്താവ് അവർക്ക് പിന്നാലെ പോവുകയായിരുന്നില്ല. അവരെ നന്മയിലേക്ക് സ്വാധീനിച്ച് അവരെ വഴി നടത്തി. അതുപോലെ ബന്ധങ്ങളിൽ കർത്താവ് എപ്പോഴും വിശുദ്ധി സൂക്ഷിച്ചു എന്നുള്ളത് നാം കാണുകയായിരുന്നു. അതുപോലെ ആളുകളെ വിശുദ്ധിയിലേക്ക് വഴി നടത്തുന്നതിന് കർത്താവ് എപ്പോഴും ശ്രദ്ധിച്ചു. കർത്താവ് അതിന് കഴിഞ്ഞു. കൃപയോടെ ആളുകളോട് ഇടപെട്ട കർത്താവിനെ നാം കണ്ടു. അതുപോലെ ദൈവരാജ്യം എന്ന ശ്രേഷ്ഠ ലക്ഷ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് കർത്താവ് ഇടപെട്ട കർത്താവിന്റെ സാമൂഹ്യ ബന്ധത്തെയും നാം കണ്ടു. എത്ര മനോഹരമാണ് കർത്താവിന്റെ വ്യക്തിബന്ധങ്ങൾ! അത് എത്ര ശ്രേഷ്ഠമാണ്! എത്രമാത്രം അത് വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഫലം ആയിട്ടുള്ളതാണ് എന്ന് നാം കണ്ടു. ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ചർച്ചകളിലൂടെ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം സ്വന്തമാക്കുകയും വിജയിക്കുകയും ചെയ്യുവാനായിട്ട് കഴിയുമെന്നത് കൂടുതൽ നമുക്ക് പഠിക്കുവാനായിട്ട് സമയമെടുക്കാം. തുടർന്നുള്ള സമയം ചർച്ചയുടെ സമയമാണല്ലോ. നമുക്ക് നമ്മളുടെ സംശയങ്ങളും ഇതിന്റെ അറിവിലേക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളും തുടർന്നുള്ള സമയങ്ങളിൽ ചോദിച്ച് നമുക്ക് കൂടുതൽ ആ സമയത്തെ പ്രയോജനപ്പെടുത്താം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.